എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ദോശയും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിന് വെള്ളം വയ്ക്കുകയാണ്. നമ്മുടെ തൊട്ട് വടക്കേ വീട്ടിലെ കുട്ടികളുടെ അനക്കമൊന്നുമില്ല കേട്ടോ. അവർ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അത് കാരണം കുട്ടികളുടെ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പം നല്ല ബോറടിയുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഉച്ചയ്ക്ക് കറിക്ക് കിളിമീനാണ് കേട്ടോ കിട്ടിയത്. ഓരോ സ്ഥലത്ത് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ പറയുന്നത് കിളിമീൻ എന്നാണ് കേട്ടോ. ഇത് മുളകിൽ പൊള്ളിക്കാനേ കൊള്ളുള്ളൂ. കറിക്ക് അത്ര നല്ല ഇതില്ല. ഇവിടെ അല്ലെങ്കിലും കറി വെച്ചാലും ആരും കൂട്ടത്തില്ല കേട്ടോ. മുളകിൽ പൊള്ളിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലും. അപ്പോൾ അത് നമുക്കൊന്ന് വെട്ടി ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മുളകിൽ പൊള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴിച്ചു കൂട്ടാൻ വേണ്ടി. അപ്പോൾ തക്കാളി ഒഴിച്ചു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലല്ലേ, നല്ല ചൂടാണ്, നല്ല ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് മുന്തിരിങ്ങ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ചേട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രൂട്ട്സാണ് കേട്ടോ. മുന്തിരി, ഓറഞ്ചും ആപ്പിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി എല്ലാവർക്കുമൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ തക്കാളി ചാറ് വയ്ക്കാനായിട്ട് മോളെ എനിക്ക് തേങ്ങ ചിരണ്ടി തരണം. എൻ്റെ കൈക്ക് നല്ല സുഖമില്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു തേങ്ങ ചിരണ്ടരുതും തുണി പിഴിയരുതും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണം കേട്ടോ. അത് കാരണം അങ്ങനെയുള്ള ജോലികളൊക്കെ ഇവർ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചൊക്കെ തരും. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തെ വിശേഷമൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ വൈകിട്ട് കുറച്ച് കക്കാർച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ക്ഷമയോടുകൂടി മുഴുവനും കണ്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് എന്നെ കൂടെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരാളാക്കാൻ മറക്കരുത്. താങ്ക്